റിമ കല്ലിങ്കൽ പറഞ്ഞു, ഇപ്പോൾ ലോക പോലത്തെയുള്ള സിനിമകൾക്ക് ഉള്ള ബേസ് നിർമ്മിച്ചത് തങ്ങളാണ് എന്ന്. ഇത് ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം. എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്? റിമ കല്ലിങ്കൽ പറഞ്ഞിട്ടാണോ ഇപ്പോൾ ഇങ്ങനെ ഒരു സിനിമ ഒക്കെ വിജയിക്കാൻ ഇവിടെ? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നമ്മൾ ഇന്ന് ഇതാണ് തേർഡ് ലെൻസ് വെച്ചിട്ട് ചെക്ക് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഞങ്ങളുടെ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം. ഓക്കെ. റിമ കല്ലിങ്കലാണ് പറഞ്ഞത് ലോക പോലെയുള്ള സിനിമകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓഡിയൻസ് ബേസ് തങ്ങളാണ് നിർമ്മിച്ചതെന്ന്. ഇത് കേട്ടിട്ടാണ് ഈ ഇത്രയുള്ള സോഷ്യൽ മീഡിയ എല്ലാം വലിയ വലിയ ട്രോളുകളും മറ്റുള്ള സംഭവങ്ങളും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ശരിക്ക് എന്താണ് ഇവിടെ സംഭവിച്ചത്? ആരാണ് എന്താണ് പറഞ്ഞത്? ഇതാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യുന്നത്. ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റിമ കല്ലിങ്കൽ ഡയറക്റ്റായിട്ട് ഒരു ഇൻ്റർവ്യൂ കൊടുത്തത് ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു ചാനലിനാണ്. അത് ഏകദേശം 1.5 മണിക്കൂറോളം എടുക്കുന്ന ഒരു ലോങ് ഇൻ്റർവ്യൂ ആണ്. ആ ഇൻ്റർവ്യൂ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. അത് ആർക്ക് വേണമെങ്കിലും പോയി കാണാവുന്നതാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് അത് ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ആ കൂടെ വ്യൂ എന്ന് പറയുന്നത് ഒരു 8,000 ഒക്കെ ഉള്ളൂ. പക്ഷേ റിമ കല്ലിങ്കിനെ ട്രോൾ ചെയ്തിട്ടുള്ള ഒരു വീഡിയോക്കൊക്കെ ഏകദേശം ഇൻ ലാക്സ് ഒക്കെയാണ് അതിൻ്റെ വ്യൂ വന്നിട്ടുള്ളത്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു വലിയ വ്യത്യാസമാണ്. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഈ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നിട്ടുള്ള റിമ കല്ലിങ്കലിൻ്റെ ആ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കുറേ കാര്യങ്ങൾ മനസ്സിലാവും. അതിനകത്ത് നിന്ന് ചെറിയ ചെറിയ ഭാഗങ്ങൾ കട്ട് ചെയ്തെടുത്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നല്ല ക്യാച്ചിങ് ആയിട്ടുള്ള തമ്പനയിൽ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഈ കേരളത്തിലത്തെ മാധ്യമ ലോകത്തുള്ള 2 പ്രമുഖരായിട്ടുള്ള ചാനലുകളാണ് ഈ ഒരു ഇഷ്യൂവിനെ വേറൊരു ഡയറക്ഷനിൽ ഇത്രയേറെ ഹൈപ്പിലേക്ക് കൊണ്ടുപോയത്. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ആ റിമ കല്ലിങ്കൽ പറഞ്ഞു, പിന്നെ ഇവളാണ് ഇനിയിപ്പോൾ ലോകം നന്നാക്കുന്നത്, അല്ലെങ്കിൽ മലയാളികളുടെ പ്രബുദ്ധത മൊത്തം അളക്കാൻ നിൽക്കുന്നത് എന്നുള്ള ഒരു തോന്നലിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് ഒരു സിമ്പിളായിട്ടുള്ള കാരണം, ഇന്ന് ഏറ്റവും നന്നായിട്ട് വിൽക്കാൻ കഴിയുന്നത് ഇൻഫർമേഷനാണ്. അത് ഭംഗിയായിട്ട് ചെയ്യാൻ അറിയാവുന്ന മാധ്യമപ്രവർത്തകരും അതിനോട് സംബന്ധിക്കുന്ന മാധ്യമപ്രവർത്തകരും ഒക്കെ കൂടിയിട്ടാണ് ഇത് നല്ലതാണോ മോശമാണോ എന്നുള്ളതല്ല, അവർക്ക് റീച്ചും അവരുദ്ദേശിക്കുന്ന കാര്യങ്ങളും നേടിയെടുക്കാനും ഈ ഒരു ചെറിയ ഇൻഫർമേഷനെയും ഈ തമ്പനയിലുകളെയും അവർ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഇതിനകത്ത് ട്രാപ്പിലായി പോകുന്നത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ്. അപ്പോൾ ഞാൻ സംസാരിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരോടാണ്. അതായത് ഈ ഒരു കാര്യം നമ്മൾ കേട്ടു, നമ്മൾ അതിൻ്റെ ഫാക്ട്സ് ഒന്നും ചെക്ക് ചെയ്യുന്നില്ല. ഇതൊന്നും ചെയ്യാതെ നമ്മൾ അതിനെതിരെ അപ്പം തന്നെ നമ്മൾ റെസ്പോണ്ട് ചെയ്യുകയാണ്, നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾ പറയുകയാണ്, നമ്മൾ പോസ്റ്ററുകൾ ഇടുകയാണ്. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഒരു സയൻറ്റിഫിക് ടേം നമുക്കിതിന് പറയാൻ പറ്റും. അതിൻ്റെ പേരാണ് കൺഫർമേഷൻ ബയാസ്. ഈ കൺഫർമേഷൻ ബയാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ട് പെട്ടെന്ന് എടുത്ത് ചാടി ചെയ്യുന്ന കാര്യങ്ങളുടെ ബാക്കിലൊക്കെ ഇങ്ങനെ തന്നെയാണ് സംഭവിക്കാറുള്ളത്. നമ്മൾ ചെക്ക് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന കേസേ ഉള്ളൂ. അതായത് നമ്മളെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി, അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ എന്താ ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അത് എന്താണ് എന്ന് മനസ്സിലാക്കി അതിനോട് പ്രതികരിക്കാൻ നമ്മൾ മെനക്കെടാതെ നമുക്ക് ആ ഒരു കാര്യത്തോട് മുൻ വിധി ആയിട്ടുള്ള ധാരണകൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ബിലീഫ്സ് നമ്മുടെ ബോധത്തിലുണ്ടാവും. അത് ശരിയാണ് എന്ന് നമ്മൾ അംഗീകരിക്കുകയും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ അതായത് ആ പ്രശ്നം അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ദേശം വേറൊരു തരത്തിലാണെങ്കിൽ പോലും അത് നമ്മൾ അംഗീകരിക്കാതെ നമ്മൾ അതിനോട് പ്രതികരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കൺഫർമേഷൻ ബയാസിന്റെ ഒരു അപകടകരമായിട്ടുള്ള അവസ്ഥയാണ്. ഇത് നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ ഈ റിമ കല്ലിങ്കലിന്റെ ഇഷ്യൂ പറയുന്ന പോലെ തന്നെ, റിമ കല്ലിങ്കൽ എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഫിലിം അതിനെ ധൈര്യത്തോടുകൂടി ഇവിടെ കൊണ്ടുവന്ന് അവതരിപ്പിച്ചാൽ അത് സക്സസ് ആവും എന്നുള്ള ബോധം ഒക്കെ ആ പ്രൊഡ്യൂസർക്ക്, അതായത് ദുൽഖർ സൽമാനെ പോലെയുള്ള ഒരാൾക്ക് കൊടുക്കാനും കഴിവുള്ള ഒരു ഓഡിയൻസിനെ നമ്മൾ ഒന്നിച്ചാണ് ക്രിയേറ്റ് ചെയ്തത്. അതിൻ്റെ ഒരു ക്രെഡിറ്റും ആരും എടുക്കുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. നമ്മൾ അത് കേൾക്കാതെ അതിനകത്ത് കട്ട് ചെയ്ത ആ ഒരു വീഡിയോ ഭാഗം നമ്മൾ കേട്ടിട്ടാണ് നമ്മൾ അവരെ മോശമായിട്ടും അല്ലെങ്കിൽ അവരോട് നമ്മളോട് വേണ്ടുന്ന അതായത് അവർക്കൊരു അനുകൂല അല്ലാത്ത രീതിയിൽ നമ്മൾ പ്രതികരിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് അതിന് മുന്നേ അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. അതായത് ഇപ്പോൾ എന്താണ്, പൊരിച്ച മീനും മറ്റുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ആ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയാനുണ്ടാവും ഏകദേശം.
അവര് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പൊരിച്ച മീനിന്റെ കഷ്ണം ഒരു പെണ്ണുങ്ങൾക്ക് കിട്ടിയില്ല എന്നുള്ളതിനെ പറ്റിയിട്ടല്ല പ്രശ്നം. ഈ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സമത്വം അല്ലെങ്കിൽ അവനവന്റെ അവകാശം, ഇതൊക്കെ തുല്യമായി വീതിക്കപ്പെടേണ്ടുന്ന ഏറ്റവും ചെറിയ ഇടമാണ് അവനവന്റെ കുടുംബം. അവിടെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുള്ളൂ. അവിടെ പോലും സ്ത്രീകൾ തുല്യരല്ലാത്ത രീതിയിലാണ് അവരോട് പെരുമാറുന്നത്. ആ ഒരു അർത്ഥത്തിലാണ് അവര് ആ ഒരു പൊരിച്ച മീനിനെ പറ്റി പറഞ്ഞത്. പക്ഷെ നമ്മൾ അതിനെന്താ വെച്ചാൽ, ആ പൊരിച്ച മീനിന്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള നല്ല നല്ല തമ്പനയിലുകൾ ഉണ്ടാക്കുകയും നമ്മൾ കൂടുതൽ വ്യൂ ഉണ്ടാക്കുകയും പൊതുജനങ്ങൾക്കിടയിൽ അത് ശരിയാണ് എന്നുള്ള ഒരു ബോധം അവരോ ആരും അറിയാതെ തന്നെ അങ്ങ് ഉണ്ടാക്കി വെക്കുകയും ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നമ്മളെ പോലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കാര്യം നമ്മൾ കേൾക്കുമ്പോൾ അതിൻ്റെ ഫാക്ട്സ് ചെക്ക് ചെയ്തിട്ട് അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് കൺഫ്യൂഷ്യസ് പറഞ്ഞിട്ടുണ്ട്, ആൾക്കാർ ചിന്തിക്കുകയല്ല ചെയ്യുന്നത്, ആൾക്കാർ അസ്യൂം ചെയ്യാണ് ചെയ്യുന്നത്. ഇത് അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കുകയാണ് ആൾക്കാർ ചെയ്യുന്നത്. ഇതിന് എന്തുകൊണ്ടാണ് ആൾക്കാർ അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലും, ഇപ്പോൾ ഒരു കാര്യം നമ്മൾ കേട്ടു, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫാക്ട്സ് നമ്മൾ കളക്ട് ചെയ്യണം. ആ ഫാക്ട്സ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിഫറെൻറ്റ് സോഴ്സസിനെ നമ്മൾ ആശ്രയിക്കേണ്ടി വരും. അതിനകത്തുനിന്ന് ഇതെടുത്ത് വെച്ച് പലതരത്തിലുള്ളതായിരിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ടുകൾ ഉണ്ടാവുക. ഇതിനെല്ലാം നമ്മൾ ഒരു സ്ഥലത്ത് എടുത്ത് വെച്ച് ഒന്ന് അനലൈസ് ചെയ്ത് എടുക്കണം. ഇതിന് നമുക്ക് പല ശാരീരിക ബുദ്ധിമുട്ടുണ്ട്. അതിലേറെ ബുദ്ധിമുട്ടുള്ള സാധനമാണ് നമുക്ക് മാനസികമായിട്ട് ഇതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം പലതരത്തിലുള്ള ഇൻഫർമേഷനെ ക്രോഡീകരിച്ച് ഇതിനകത്തു നിന്ന് നമുക്ക് വേണ്ട ഇതിൻ്റെ യഥാർത്ഥ ബോധത്തിലേക്ക് നമുക്ക് എത്തുമ്പോൾ നമുക്ക് കുറച്ച് സമയമെടുക്കും. ഈ ഒരു മാനസിക അധ്വാനത്തിന് തയ്യാറല്ലാത്ത ഒരവസ്ഥയിലേക്ക് സാധാരണ മനുഷ്യർ എത്തിപ്പോവുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെ അങ്ങോട്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ AI കാലമൊക്കെ ആകുമ്പോൾ മനുഷ്യർ കൂടുതൽ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല. കാരണം നമുക്കൊരു ഫാക്ട്സ് കിട്ടി, ആ ഫാക്ട്സിനെ ക്രോസ് ചെക്ക് ചെയ്യാൻ ഇന്ന് ഈ എത്രയോ സാധ്യതകളുണ്ട്. അതിന് നമുക്ക് ആ ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ AI പോലെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അത് വളരെ എളുപ്പത്തിൽ നടക്കുകയും ചെയ്യും. കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ട് നമ്മളാക്കി നിലനിർത്താൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഇനി ഇതേപോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ക്രോസ് ചെക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കുക. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പം ഈ പുതിയൊരു കാര്യത്തെ പറ്റിയിട്ട് നമ്മുടെ ധാരണകളിൽ വ്യത്യാസപ്പെടുത്തേണ്ട കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ധാരണകൾ വ്യത്യാസപ്പെടുത്താൻ തയ്യാറാവുകയും വേണം. അത് നല്ലൊരു കാര്യമാണ്. ഞങ്ങളുടെ ചാനലിൻ്റെ കണ്ടന്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരറിവും ചെറുതല്ല. പിന്നെ അറിവിൽ തന്നെ പൂർണ്ണമാണ്. നമ്മളോട് സ്വാഭാവികമായിട്ടും നമ്മുടെ ഫ്രണ്ട്സും അല്ലെങ്കിൽ റിലേറ്റീവ്സും ഒക്കെ ചോദിക്കും, എന്തിനാണ് ഈ എല്ലാ കാര്യത്തെ പറ്റി ഇങ്ങനെ അറിഞ്ഞിട്ട് ഇത് ആ നേരത്തെ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കും. പക്ഷേ അതൊരു തെറ്റായ രീതിയാണ്. ശരിക്കും അങ്ങനെയല്ല വേണ്ടത്. എന്താണെന്ന് വെച്ചാൽ, കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കി അതിനെ പ്രോസസ്സ് ചെയ്യാൻ നമ്മൾ പ്രാപ്തരാകുക എന്നുള്ളതാണ്. കാരണം ഇന്നിപ്പോൾ AI പോലുള്ള സാധനങ്ങളൊക്കെ നമുക്കുണ്ടല്ലോ. ഇതിനെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തി കൂടുതൽ നല്ല മനുഷ്യരും കൂടുതൽ നല്ല ആസ്വാദകരുമായി ലോകമൊക്കെ കണ്ട് സുഖമായിട്ടിരിക്കണം. ഓക്കെ, താങ്ക് യു.